ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനിന്ന് ഫുള്ളി കോൺഫിഡൻസിൽ നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിന്ന് ആദ്യമായിട്ടൊരു കൈത്തുന്നൽ ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കാൻ പോവാന്ന് കേട്ടോ. ഭയങ്കര നേരിയ അമ്മേൻ്റെ ഒരു പഴയ സാരിയാണ്. അപ്പം തുരുമ്പ് പിടിച്ചൊരു സൂചിയും ഒരു നൂലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പരീക്ഷണം നടത്താൻ പോകുന്നത്. എന്തായാലും തുണിമേഖലയിൽ കൈവച്ച് പഠിച്ച സംഭവങ്ങളിലൊന്നും ഒരു ജോലിയും കിട്ടുന്നുമില്ല. അപ്പോൾ പിന്നെ ഇത് വെറുതെ ഇരിക്കണമല്ലോ. സത്യം പറഞ്ഞാൽ പുതിയ സ്റ്റോക്ക് വരുന്നവരെ ഈ വെറുതെ ഇരിക്കുക, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുക. അപ്പോഴേക്കും എനിക്കിങ്ങനെ ഭ്രാന്തും കരച്ചിലും ദേഷ്യവും വിഷമവും എല്ലാം വരും കേട്ടോ. ഞാൻ ദേഷ്യം തീർക്കുക പിന്നെ വീട്ടുകാരോടാണ്, റിക്രൂട്ടറിനോടാണ്, ചിലപ്പോൾ എന്നിൽ തന്നെ തീർക്കലുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് പെട്ടെന്നാണ് ഇങ്ങനെ, എന്നാൽ പിന്നെ ഇതൊന്ന് വെറുതെ ഒന്ന് നോക്കാമെന്നല്ല. മീൻസ് എനിക്ക് എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, മീൻസ് ഇങ്ങനെ ഓൺലൈൻ വഴി പരിചയപ്പെട്ടതും അല്ലാത്തതുമായ കുറച്ച് പേരുണ്ട്. അപ്പം വെറുതെ ഇങ്ങനെ അവരോട് സംസാരിക്കുന്നതിനിടയ്ക്ക് അവരും പറഞ്ഞ് ഓക്കെ ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും പഠിക്കുന്നത് നല്ലതല്ലേ എന്നെല്ലാം പറഞ്ഞേരം അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഒരു ദിവസം ഇതുപോലെ വെറുതെ ഇരിക്കുമ്പോൾ നോക്കി. അപ്പോൾ അതിലൊരു ചാനൽ ഇതുപോലെ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ അളവിനനുസരിച്ചാണ് ഞാൻ തുന്നുന്നത്. ഇതിൽ ഭയങ്കര പൊട്ടത്തിട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുമേ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേ ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ അമ്മേൻ്റെ ഈ ഒരു ഇത്രയും നേരിയ സാരിയാണ്, ഇതിൽ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. എൻ്റെ ഒരു പരീക്ഷണ വസ്തു അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന ഒരുപാട് പേര് നമ്മൾ ഈ ഫാമിലിയിൽ ഉണ്ട് എന്നറിയാം. കാരണം പലരും എൻ്റെ കയ്യിൽ നിന്ന് ബണ്ടിൽ വൈസ് നമ്മളെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വാങ്ങുന്നവരാണ്. നല്ല നല്ല മോഡലിൽ അടിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് എന്ന് അറിയാം. അപ്പം എല്ലാവരും ക്ഷമിക്കുക, എല്ലാവരും ഇതുപോലെ തുടങ്ങിയിട്ടായിരിക്കുമല്ലോ പഠിച്ചിട്ടുണ്ടാവുക. അപ്പം ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് പോലെ നമ്മളെ സാരി ഇതുപോലെ രണ്ടായി മടക്കിയെടുക്കുകയെന്ന് കേട്ടോ. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ആരും എന്നെ തെറിയൊന്നും വിളിക്കരുത്. അപ്പം അമ്മേൻ്റെ ഒരു സാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരെ രണ്ടായിട്ട് മുറിക്കുകയാണ് വേണ്ടത്. കണ്ടോ, ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് പിന്നെ നേരെ രണ്ടായിട്ട് വെക്കാനാണ് അതിൽ പറയുന്നത്. അപ്പം ഞാൻ അതുപോലെ ചെയ്യുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഫോൺ ഓണാക്കും ഓഫാക്കും അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇത് കണ്ടില്ലേ, സാരീൻ്റെ നേരെ പല. അപ്പോൾ ഈ ഭാഗത്ത് 2 ലെയർ ഉണ്ടാകും, ഇപ്പുറത്തെ സൈഡിൽ ലെയറായിട്ടല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാകും. ബാക്കി ഒഴുക്കം മട്ടലാടെ വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പഠിക്കാനെടുത്ത സാരിയാണെങ്കിൽ കോട്ടനും ഒന്നല്ല കേട്ടോ. ഇത് സിൽക്കാണോ, ഇതേതാ മെറ്റീരിയൽ, അങ്ങനെ ഈ ഒഴുകി കിടക്കുന്നൊരു മെറ്റീരിയലുമാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേറെ നല്ല കോട്ടൻ്റെ എല്ലാം ഇപ്പം നല്ലത് വെറുതെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. എൻ്റെ ഒരു പരീക്ഷണം അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ മടക്കിയതിനെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മടക്കിയിട്ടെടുക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബെഡിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ മടക്കൽ ഈസി ആയിരിക്കും. പക്ഷേങ്കിൽ എൻ്റെ ബെഡിനും വലിയ നീളമൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ വെളിച്ചത്തിൻ്റെ കുറവ് അവിടെ റൂമിലുണ്ടായിന്. അതുകൊണ്ട് പിന്നെ ഈ മേശമ്മ തന്നെ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയ പണിയാണ്. അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു കൊറിയർ അയക്കാണ്ട് അതിന് പോകാൻ നോക്കുവാണ്. അപ്പോഴേക്ക് റിക്കൂട്ടം കരഞ്ഞു വിളിച്ചിട്ട് അച്ഛൻ്റെ ഒന്നിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ സാരീനെ നേരെ പകുതിയാക്കിയിട്ട് മടക്കുവാണ്. നിങ്ങൾ അറിയുന്നവരായിരിക്കും എല്ലാവരും സ്റ്റിച്ചിങ് എല്ലാം. പക്ഷേ അറിയാത്തവരാണെങ്കിൽ എന്നെപ്പോലെ ആദ്യം തന്നെ ഈ കോട്ടൺ അല്ലാത്ത മെറ്റീരിയലിനും എടുത്തിട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കാരണം ഇത് ചെയ്യാൻ ഇത്തിരി ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം വഴിയെ ബാക്കി എന്താ സംഭവിക്കുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇത്തിരി സ്പീഡാക്കാം, അല്ലെങ്കിൽ ബോറായി പോകും. സ്പീഡാക്കിയിട്ടില്ല, ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ 2 ലെയറാക്കി മടക്കിയിട്ടുണ്ട്. അതായത് ഒരു സാരീൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അങ്ങനെ മടക്കിയതാണ്. അപ്പോൾ ഇപ്പം അപ്പുറത്തെ ഭാഗത്ത് 2 ലെയറും ഇപ്പുറത്തെ ഭാഗത്ത് 1 2 3 4 അങ്ങനെ 4 ലെയറായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പം ഈ ചാനൽ ഞാനിത് നോക്കി ചെയ്ത ചാനൽ ഏതാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൊടുക്കുക. ഈ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ പേര് ഓർമ്മയില്ല കേട്ടോ. ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ ആ ചാനലിൽ അധികം ഈ ടൈലറിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. 1.4 മില്യൺ വ്യൂ അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുവാണ്. അങ്ങനെ ആ രണ്ടായിട്ട് മടക്കിയതിനെ നമ്മളെ മേശക്ക് കണക്കായിട്ട് ഇങ്ങനെ വെക്കുവാണ് കേട്ടോ ഞാൻ. ഓക്കെ, അപ്പോൾ ഇത് ഒഴുകിക്കിടക്കുന്ന സാരി ആയതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായില്ല. അപ്പോൾ ഇപ്പുറത്ത് 2, അപ്പുറത്ത് ടോട്ടൽ 4 അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളി കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ എൻ്റെ ആ ടോപ്പുണ്ട്, ഈ ഒരു ടോപ്പ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം, നറുക്ക് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ടോപ്പ് ഞാൻ ഇതുപോലെ എടുത്തിട്ട് പിന്നെ നേരെ പകുതിയാക്കിയിട്ട് മടക്കുന്നുണ്ട്.
ചിലപ്പോൾ ഇത് കാണുന്നവർക്ക് ചിരിയെല്ലാം വരുന്നുണ്ടാവും, ടൈലറിങ് അറിയുന്നവർക്ക് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ മടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈമുട്ടില്ലേ, കൈമുട്ടിൻ്റെ അടുക്കേന്ന് കുറച്ച് മുകളിലേക്ക് ആണ് വരുന്നത്. എന്നാൽ 3/4 ആണോ എന്ന് ചോദിച്ചാൽ 3/4 എന്ന് നമ്മൾ പറയുന്നത് മുട്ട് കഴിഞ്ഞിട്ട് വരുന്നതല്ലേ. ഇത് ആംഗിൾ ലെങ്ത്ത് അങ്ങനെയല്ലേ പറയൽ. അപ്പം അതാണ് ഈ ഒരു ടോപ്പ്. എൻ്റെ ഇൻ്റർവ്യൂ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും, ഞാൻ അന്നേരം ഇട്ട ടോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നുമില്ല, കയ്യിൽ ഇത് കിട്ടി അതെടുത്ത്, അത്രയേ ഉള്ളൂ, ഒരു പരീക്ഷണമാണല്ലോ. അങ്ങനെ അത് ഞാനിങ്ങനെ മടക്കി ഒപ്പിച്ചൊക്കെ വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. ഈ ഒരളവിലാണ് അടിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അടിച്ചാലും ഇടുകയൊന്നുമില്ല, കാരണം ഇത് അത്രയും നേരിയ തുണിയാണ് സാരീൻ്റെത്. അപ്പോൾ അതിന് ലൈനിങ് വെച്ചിട്ടോ അങ്ങനെയൊന്നും അടിക്കുന്നൊന്നുമല്ല, വെറുതെ എൻ്റെ ഒരു പൂതിക്ക് എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഞാനിതന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ആ വിടർത്തി വെച്ച സാരീൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ടോപ്പ് ഇങ്ങനെ ഒറ്റ ലെയറിൽ മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ച് നോക്കുമ്പോൾ ആ വീഡിയോയിൽ ആ ചേച്ചി ടോപ്പ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കൈ ഈ സാരീൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നേരെ വരുന്നുണ്ട്. എൻ്റെതാണെങ്കിൽ ഇങ്ങനെ ഒരു വളവെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് തന്നെ വെക്കണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ട് അത് കയറ്റാൻ. കണ്ടില്ലേ, നേരെ ആവുന്നില്ല. ഞാൻ വെച്ചാൽ എൻ്റെ കയ്യിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ, എനിക്ക് ഇതിനെപ്പറ്റിയിട്ട് ABCD അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വെച്ച് നോക്കി. അപ്പോൾ ഇതാ റിക്കോട്ടുണ്ട് നമ്മുടെ സനേൻ്റെ അങ്ങനെ ഒരു ചോക്കാണ്. അപ്പം അമ്മേനോട് തപ്പിപ്പിടിച്ചൊരു ചോക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് വലിച്ച് കയറ്റിയിട്ട് അവിടെ ചുളിവെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ കോട്ടൺ അല്ല സാരി, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ അളവിൻ്റെത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുവാന്നേ. ഈ വരക്കുന്നതിൻ്റെ നടുക്കാണെങ്കിൽ ഈ സാരി ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് കേട്ടോ. ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് തോന്നി. കണ്ടില്ലേ, ഞാൻ വരച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ഞാൻ കാണും അയ്യോ ചുളിവുണ്ടല്ലോ എന്ന് നോക്കും. എന്നിട്ട് പിന്നെയും നേരെയാക്കും, എന്നിട്ട് പിന്നെയും ചുളിവിലേക്ക് കൂടി തന്നെ വരക്കും, അങ്ങനെ എന്തൊക്കെയോ. അപ്പം നമ്മൾ ആ ടോപ്പ് വെച്ചതിൻ്റെ കറക്റ്റല്ല, ഇത്തിരി ഒന്ന് വിട്ടിട്ട് വേണം വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഉള്ളിലാക്കിയിട്ട് മടക്കുമ്പോൾ നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് തുണി വേണമല്ലോ, അതിനായിരിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ടോപ്പ്, വേറെ എന്താ നമുക്ക് ബോഡി ഷേപ്പിൻ്റെ ആ വളവില്ല, അതൊന്നും കാണുന്നില്ല. അത് വെച്ചാൽ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ കഴുത്തിൻ്റെ ആടെയാണ് അളവെടുക്കേണ്ടത്. അപ്പം ഫ്രണ്ടിലത്തെ കഴുത്തിൻ്റെത് അടിയിൽ വേറെ നമ്മൾ അളവെടുക്കണം. ഉള്ളിൽ പുറത്ത് ബാക്കിലത്തതാണെങ്കിൽ കുറച്ച് കയറ്റിയിട്ട് അങ്ങനെയാണ് ഇപ്പം ഞാൻ വരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം മുകളിലത്തെ ഭാഗം വേറെ, താഴത്തെ വേറെ, അങ്ങനെ. അതായത് നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് കഴുത്തിൻ്റെ അവിടെ താണിട്ടാണല്ലോ ഉണ്ടാവുക, അപ്പോൾ അത് വേറെയും പുറകിൽ കഴുത്തിൻ്റെത് വേറെയും, അങ്ങനെയാണ് ഞാൻ എന്താ പറയണ്ടേ വരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. വാവ്, കത്രികയിൽ ഇവിടെ പണ്ടേ ഉണ്ട് കേട്ടോ. ഇത് പണ്ട് എന്തോ ആവശ്യത്തിന് അച്ഛനെങ്ങനെ വാങ്ങിച്ചതായിരുന്നു. നേച്ചീൻ്റെ ഡെലിവറിൻ്റെ സമയത്തുള്ള ആ തുണി മുറിക്കാനോ അങ്ങനെ എന്തോ വാങ്ങിയതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അന്നേരം ഈ കത്രികയുണ്ട്, പിന്നെ അങ്ങനെ പുറത്തൊന്നും എടുക്കണമെന്നില്ല, അതുകൊണ്ട് തുരുമ്പ് പിടിക്കലോ കാര്യങ്ങളോ പിള്ളേർത്ത് കളയലോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാനിതാ മുറിച്ച് തുടങ്ങുകയാണ്. അപ്പം എവിടുന്ന് മുറിക്കേണ്ടതെന്ന് തിരിയായിട്ട് ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്ത് നമ്മൾ ആ കയ്യിൻ്റെ ഭാഗത്ത് നിന്ന് ഇതാ മുറിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കത്രിക വരും, നിങ്ങൾ വെയിറ്റ് ചെയ്തോ. അങ്ങനെ ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് നടന്നു പോയിട്ടെല്ലാം മുറിക്കുന്നുണ്ട് കേട്ടോ ബാക്കി. അങ്ങനെ മുറിച്ചതിന് ശേഷം ബാക്കിയുള്ള ആ കഷ്ണം ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി കഴുത്തിൻ്റെ ഇവിടെ മുറിക്കണം. അപ്പോൾ അടയാളം വെച്ചതിൻ്റെ മുകളിലത്തെ ഭാഗത്ത്, അതായത് ഇതിപ്പം ഞാൻ മുറിച്ചത് ബാക്ക് കഴുത്തിൻ്റെ അവിടെ കേട്ടോ. അങ്ങനെ അത് ഞാൻ മുറിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിക്കുക, ഞാൻ എന്തിനാ പിന്നെ താഴത്ത് വരയിട്ടേന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ഇതിപ്പം ഫ്രണ്ടിലെ കഴുത്തിന് വേണ്ടിയിട്ടല്ലേ, അപ്പം വരയിട്ട ഭാഗത്തോട്ട് ഞാൻ പിന്നെ അതും കൂടി അങ്ങോട്ടേക്ക് മുറിക്കുവാന്ന് കേട്ടോ. എനിക്ക് ഐഡിയയെ കിട്ടുന്നില്ല ഇതെന്താ ഞാൻ ചെയ്യേണ്ടത്. ഇപ്പം ഇത് മുറിച്ചാൽ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ആവില്ലേ, അങ്ങനെയാന്ന് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ വെച്ചാൽ അതിന് മതി, ഫ്രണ്ടും ബാക്കും ഒരുപോലെ ആണെങ്കിൽ ഒരുപോലെ ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ എന്തിന്
ഫ്രണ്ടും ബാക്കും സെയിം. ഓക്കെ, അങ്ങനെ അതും ഞാൻ മുറിച്ച് ഭയങ്കര കോൺഫിഡൻസിലാണ്. കണ്ടില്ലേ, ഞാൻ അങ്ങനെ കീറിയ ബാക്കിയുള്ള തുണികളെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ആ പരിപാടി, മുറിക്കൽ പരിപാടി കഴിഞ്ഞ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എടുത്ത് ഇങ്ങനെ ഒപ്പിച്ച് വെച്ചാൽ നോക്കുമ്പോൾ വാവ്, ഇതിപ്പോൾ ഒരു ടോപ്പായല്ലോ, അടിപൊളി. ഇനി തലയിൽ കൂടിയിട്ട് അപ്പുറം ഇപ്പുറം അടിച്ച് കൈ പിടിച്ചാൽ സിമ്പിൾ. അങ്ങനെ ഞാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ താഴെ നോക്കുമ്പോൾ എന്തോ ഒരു അപാകത ഉണ്ടാ? ഇല്ല, ആ ചുരിദാറിൻ്റെ അളവ് അതുപോലെ ഞാൻ എടുത്തിട്ട് മുറിച്ച്, അത്രയേ ഉള്ളൂ. എന്തായാലും നല്ല രസമെല്ലാം ഉണ്ട്. അടിപൊളിയാണ്. ഇതുവരെ എല്ലാം വളരെ വളരെ ശരിയാണ്. അങ്ങനെ ഒട്ടും എൻ്റെ കോൺഫിഡൻസ് കളയാണ്ട് ഞാൻ ആ മുറിച്ച കഷ്ണം എടുത്തിട്ട് എൻ്റെ മേത്തിങ്ങനെ വെച്ച് നോക്കുകയാണ്. വാവ്, എൻ്റെ അളവിൽ ഞാനൊരു ടോപ്പ് അങ്ങനെ മുറിച്ചെടുത്തു ഗൈസ്, മുറിച്ചെടുത്തു. അപ്പം തൃപ്തിയായി, മനസ്സമാധാനമായി. ഇനിയിപ്പോൾ അത് തുന്നല്ലേ വേണ്ടു. ഓക്കെ, അപ്പം കൈയുണ്ട്, നല്ല അടിപൊളി കഴുത്തുണ്ട്, തലയിൽ കൂടി കയറുന്നെല്ലാം ഉണ്ട്. കഴുത്തിരി വൈഡായി പോയോ എന്ന് ഞാനിങ്ങനെ നോക്കുന്നു കേട്ടോ. പിന്നെ അല്ല, എന്തായാലും തലയെല്ലാം കയറും. നമുക്ക് ഇനിയും പണിയുണ്ടല്ലോ, നമുക്ക് നോക്കാം. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ആ നല്ല ഭാഗം ഉണ്ടാവുമല്ലോ, മീൻസ് കളർ കൂടിയ ഭാഗം, അത് മേശയിൽ പറ്റിച്ചിട്ടും വെച്ച്, മറ്റേ പുറത്ത് കാണുന്നത് നമ്മളെ ഉൾഭാഗമായിരിക്കും. അപ്പോഴേക്ക് റെക്കോർഡിന് ഇതാ പീടിയെ പോയിട്ട് മുട്ടായെല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് പണ്ട് ഈ സ്വഭാവമുണ്ട്. അച്ഛൻ എവിടെ പോകുമ്പോൾ അച്ഛൻ്റെ വലയ പോകുന്നതും പണിക്കായാലും കൂടെ പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ വരും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടുണ്ട് റെക്കോർഡിനും, എന്ത് ചെയ്യാനോ. അത് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കലില്ല. പിന്നെ ഇതുപോലത്തെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവനെ പോയേ പറ്റും. അങ്ങനെ പിന്നെ ഞാൻ പിന്നെയും ഫോൺ എടുത്ത് നോക്കുകയാണ് അയച്ചെന്നാൽ ചെയ്തതെന്ന്. പിന്നെ ഇതാ നമുക്കിനി ഒരു കഷ്ണം തുണിയും കൂടി വേണം. കഷ്ണം എന്ന് പറഞ്ഞാൽ ചെറിയ തുണി പോരാ കേട്ടോ, ഇത്തിരി വലിപ്പമുള്ള തുണിയാണ് നിങ്ങൾ എടുക്കണേ. അപ്പം ഞാൻ പിന്നെ പിശുക്കിയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു കഷ്ണം അത് മതിയല്ലോ, അത് മതിയെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് ഒരു കഷ്ണം, ഒരു ചതുര കഷ്ണം അങ്ങോട്ടേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കഴുത്തിൻ്റെ ഭാഗം ഒരു വട്ടം വരുന്നില്ലേ, അവിടെ നമ്മളിത് വെക്കണം കേട്ടോ, ഈ ഒരു തുണി. അപ്പം ആദ്യം ആ ഒരു തുണി വെക്കുന്നു. പിന്നെ നമ്മൾ ഈ ഒരു നേരത്തെ മുറിച്ച് വെച്ച പീസില്ലേ, അതിൻ്റെ കഴുത്തും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് കുറച്ച് പിന്ന് വേണം. ആ പിന്നിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ചുറ്റിലും നമ്മളിങ്ങനെ ആ വട്ടത്തിൽ നമ്മളിങ്ങനെ പിന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ ആ ഏച്ചിയായി നമ്മൾ ആ മുട്ടസൂചിയില്ലേ, പിന്നെ നമ്മളെ ഈ തട്ടലിടുമ്പം കുത്തുന്ന എന്താ പറയുക, മുള്ളുത്തിന്ന ആ ഒരു പിന്ന്, അതിനെക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 5-6 പിന്നെടുത്ത് വന്ന് എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഒരുമാതിരി തുണിയല്ല, ഇങ്ങനെ ഓടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുത്തി നിർത്തുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ എടുത്ത പിന്നൊന്നും പോരായിരുന്നു, ഞാൻ പിന്നെയും കുറേ പിന്നെടുത്തിട്ട് വരുവാണ് കേട്ടോ ചെയ്തത്. ആദ്യത്തെ കുറച്ച് തമാശകൾ, ഞാനിനി എക്സ്പെർട്ടാകും ഗൈസ്, എക്സ്പെർട്ടാകും. അങ്ങനെ ഞാൻ എടുത്ത് വെച്ച പിന്ന് കഴിഞ്ഞു. പിന്നെ ഞാൻ അടുത്ത റൗണ്ട് പിന്ന് പോയി എടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് പിന്ന് തപ്പിപ്പിടിച്ചെടുത്തു. അങ്ങനെ 2-3 പ്രാവശ്യമാണ് ഞാൻ പിന്ന് ടോട്ടൽ എടുത്തത് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ പൂക്കളം ഇട്ടതുപോലെ ഞാൻ പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് സംഭവം വരുന്നത്. ഇനി നമുക്ക് ഇരുന്ന് പണി ചെയ്യാം, കാരണം നിന്ന് കാല് കഴിച്ച് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആ പിന്ന് കുത്തിയിട്ടില്ലേ അതുപോലെ വട്ടത്തിൽ നമ്മൾ തുന്നിയെടുക്കണം. തുന്നൽ പിന്നെ എനിക്കറിയാം, എൻ്റെ അമ്മയല്ല, അമ്മേൻ്റെ മാക്സിയല്ല, അമ്മ എന്നെ കൈത്തുന്ന് തുന്നാണ് കേട്ടോ ചെയ്യൽ. ഇതുപോലെ അടുപ്പിച്ചിട്ട് നമ്മളിപ്പോൾ മെഷീനിൽ ഇത്തിരി കുഞ്ഞി സ്റ്റിച്ചായിട്ട് വരുമല്ലോ, അതിൻ്റെ ഇത്തിരി ഒരു വലുപ്പത്തിൽ അമ്മ തുന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അമ്മ ചെയ്ത ആ ഒരു ഇതിൽ ഞാനും അതുപോലെ തന്നെ ഇങ്ങനെ തുന്നി എടുക്കുകയാണ് കേട്ടോ. വട്ടത്തിൽ നമുക്ക് തുന്നിയെടുക്കാം.
തുന്നുന്നത് പിന്നെ ഞാൻ കുറേ സമയം വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് സ്പീഡാക്കി വിടാം, ഇത്തിരി മാത്രം എടുത്ത്. അപ്പോൾ റിക്കൂട്ടൻ അവിടുന്ന് ഭാഗത്തിന് സമാധാനപരമായിട്ട് 2 മുട്ടായും തിന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുന്നൽ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നടുക്ക് വെച്ചാൽ നമ്മൾ ആ തുണിയുണ്ടല്ലോ, അതിൻ്റെ നടുക്കൊരു വട്ടം പോലെ നമ്മളിങ്ങനെ മുറിച്ചൊന്ന് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊത്തത്തിലുള്ള ആ തുണി ഉണ്ടല്ലോ അതൊന്ന് നീക്കം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ആ തുണിയും ഇത്തിരി അവിടെ ബാക്കി വെച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒഴുകുന്ന തുണിയായിരിക്കണം എന്തായാലും ആദ്യം തന്നെ എല്ലാവരും എടുക്കേണ്ടത്. ഇതാ ഞാൻ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇതുവരെയെല്ലാം വളരെ 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 ശരിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ഈ ഒരു പരിപാടി കഴിഞ്ഞ് ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ആഴ്ചയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ബാക്കി വന്ന ഭാഗങ്ങളല്ല, നമ്മൾ തുന്നെല്ലാം മുറിക്കേണ്ടത്. തുന്നിൻ്റെ ഇപ്പുറത്തിരുന്ന് ഇത്തിരി ഭാഗമില്ലേ, അത് നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട് അതിൽ. അപ്പം ഞാൻ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എന്തിനാന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കിത് ഇപ്പോൾ വരെ മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻസ് എനിക്കൊന്ന് അതിങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്കൊന്ന് അടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ അതിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇനിയിപ്പോൾ പിന്നിൻ്റെ ആവശ്യമില്ലല്ലോ, അങ്ങ് അയച്ചറിഞ്ഞാലോ. അപ്പോൾ ഞാനിത് കുത്തുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അയച്ച് കഴിക്കലൊരു പണിയായിരിക്കുമല്ലോ എന്ന്. വട്ടവർ എന്തായാലും ഞാൻ അതങ്ങ് അയച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മാറ്റിയതിന് ശേഷം ഞാനിത് വെറുതെ ഒന്ന് തലയിച്ച് നോക്കുവാണ് എന്തായി സംഭവം, അപ്പുറത്ത് നൂല് കാണുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അങ്ങനെ നോക്കി. ഇനി നമ്മൾ ഇപ്പോഴേക്ക് റിക്കൂട്ടൻ കളിക്കുന്നതിൻ്റെ അകത്ത് എന്തോ സാധനം എടുത്ത് എനിക്ക് തന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇനി നമുക്കിത് തല തിരിച്ചിട്ടിട്ട് നോക്കാം. അപ്പം ഞാൻ ഇട്ട് നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്നെ സാധനം ഞാൻ ചെയ്തതിൽ തെറ്റ് പറ്റിയോ എന്താണ് സംഭവം എന്നൊക്കെ. വാഹനത്തിൻ്റെ സൗണ്ടെല്ലാം കേൾക്കാൻ പുറത്തു കൂടി പോകുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ പിന്നെ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇതിന് അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പോകലായിരിക്കുമല്ലോ സംഭവം. അപ്പം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തുണിയാണ് അവിടെ പൊന്തിയിട്ട് കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഏതോ നല്ല ഫാഷൻ മോഡലുള്ള ഏതോ ഒരു എന്തോ ടോപ്പ് പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ റിക്കും അവിടുന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു തുണി ഉണ്ടല്ലോ അത് ഉള്ളിലേക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അവിടെ തുന്നിക്കൊടുക്കുക. അപ്പം ഞാൻ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ നൂല് കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിലേക്കാക്കിയ തുണി അതിങ്ങനെ ഉള്ളോട്ടാക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ചുളിവൊന്നും വരാത്ത, പുറത്തേക്ക് തുണി കാണാത്ത രീതിക്ക് അവിടെ നമ്മൾ നേരത്തെ തുന്നിയ ഭാഗമില്ലേ അവിടെ തന്നെ ഒന്നും കൂടി എന്ത് ചെയ്യുക തുന്നിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിന്ന് മടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ഇരുന്നിട്ടാണ് തുന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിക്കൂട്ടൻ എൻ്റെ പണ്ടത്തെ ഏതോ ഡ്രസ്സിൻ്റെ ഗ്ലാസ് വർക്ക് ഉണ്ടാവില്ല, ആ ഗ്ലാസ്സിലെടുത്തിട്ടാണ് മേശയിൽ വെച്ചിട്ടുള്ളത്. ഇന്നാ പൈസ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ റിക്കൂട്ടൻ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഓനെ നോക്കുമ്പം പാവം തോന്നുന്നു, എനിക്ക് എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എന്നോടും പാവം തോന്നുന്നു. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചാൽ അതിപ്പോൾ തുന്നെല്ലാം പഠിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 350 റുപ്യ ചുരിദാർ അടിച്ചാൽ നമുക്ക് വാങ്ങാമല്ലോ എന്നെല്ലാം ഞാൻ മനസ്സിലിരുന്നുകൊണ്ട് ചിന്തിക്കുന്നത് കേട്ടോ. എൻ്റെ കാര്യമെല്ലാം ഇതുപോലെ കോമഡി തന്നെയാണ്. പിന്നെ ഇങ്ങനെ വലിയ കാര്യം പോലെ കണ്ണടയിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ എന്തിനാ കണ്ണട ഇട്ടത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ നല്ല കാര്യമായിട്ട് തന്നെ തുന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്ന വേറൊരു കാര്യം ഇതാണ്, എല്ലാ ജോലിക്കും അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഒരു ഏച്ചിൻ്റെ അടുത്ത് തുന്നാൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർക്കതെന്താ വേഗം അടിച്ചു തന്നൂടെ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ എക്സ്പേർട്ടായിട്ടുള്ളവർ അരമണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് അടിച്ച് തരുന്നവരുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചിന്തിച്ചാണ് ഓരോ ജോലിക്കും അതിൻ്റേതായ റിസ്ക്കും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്.
ഇതുവരെയും വളരെ 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 ശരിയായിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ എന്താ ഞാൻ ഇങ്ങനെ വിചാരിച്ചാൽ തുന്നിയതെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിന് കേട്ടോ. കഴുത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ, എന്താ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിന്. പിന്നെ ഇനി ഉള്ളിൽ പോയ സാധനം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ നമുക്കിനി കൈയും മറ്റേ ബോഡീൻ്റെ ബാക്കിയും കൂടി അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു 2 മടക്കി ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം അടിക്കാനാണ്, മീൻസ് ഇങ്ങനെ കൈനെ കുഴച്ചിട്ട് തുന്നാനാണ് അയച്ചതിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഒരു വിധത്തിൽ കൈയും 2 ഭാഗവും ഇതാ കൈനെ കൊണ്ട് തന്നെ തുന്നി വെച്ചിട്ടുണ്ട്. അപ്പം ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ എനിക്ക് നല്ലതുപോലെ മടുത്തിട്ടുണ്ട്. അതിനെ മടുപ്പ് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ താഴത്ത് ഞാൻ തുന്നിയിട്ടില്ല. പിന്നെ അല്ല, താഴത്ത് തുന്നൂലല്ലോ, മീൻസ് സൈഡ് രണ്ടും ഞാൻ കണ്ടില്ല. എനിക്ക് അതിൻ്റെ ആ ഒരു മൈൻഡ് എൻ്റെ തലയിൽ അങ്ങനെ പോയിട്ടില്ല. ഞാൻ മൊത്തം എടുത്ത് അങ്ങ് തുന്നി കേട്ടോ. ബാക്കി ഇത് അത്രയും വന്നത് നമ്മൾ ഈ ബോഡിക്കോൺ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ മേത്തിങ്ങനെ പറ്റിയിട്ടുള്ളത് അതുപോലെയായിരുന്നു ഉള്ളത്. ആദ്യമായിട്ട് ചെയ്തതാണല്ലോ. പക്ഷേ കഴുത്തൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. തലയെല്ലാം കയറുന്ന കഴുത്തൊക്കെ നല്ല ഫിറ്റായിരുന്നു എനിക്ക്. പക്ഷേ കൈ പിന്നെ ഈ ബോഡി അട്ടർ ഫെയിലറായിന് കേട്ടോ. പക്ഷേങ്കിൽ എന്താ പറയണ്ടേ, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്തോ ഭയങ്കര മടുപ്പോ എന്തോ എന്നോട് തന്നെ ഒരു ഇഷ്ടക്കുറവോ എന്തോ എനിക്ക് തോന്നിപ്പോയി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ആദ്യമായി തയ്ച്ച ഒരു ചുരിദാറല്ല, ഒരു ടോപ്പ് കേട്ടോ. ഇതൊരു ഓർമ്മയിൽ ഇവിടെ നിന്നോട്ടെ. അപ്പം നമ്മളെന്താ പറയണ്ടേ, ഒന്നിലും നമ്മൾ തളരാൻ പാടില്ല. നമ്മളിതുപോലെ എന്തെങ്കിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അത് പൊട്ടിപ്പാളീസാവും, നമ്മൾ അടുത്തത് ചെയ്യണം. അങ്ങനെ പോട്ടെ. ജീവിതം ഇങ്ങനെ നീണ്ടു കിടക്കുമല്ലേ, ആർക്കറിയാം, ഇനി സമയമൊന്നുമില്ല ജീവിതത്തിലല്ലേ. അപ്പോൾ അത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.